ബലാത്സംഗ കേസിൽ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ച് റാപ്പർ വേടൻ ഉച്ചയ്ക്ക് ശേഷം പരിഗണിക്കും. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ ചേർന്ന്. വിഷ്ണു, ഇന്നലെ തന്നെ വേടൻ അറിയിച്ചതാണ് ഈ മുൻകൂറുമായി മുന്നോട്ട് പോകുമെന്ന്. എന്താണ് വിശദാംശങ്ങൾ? ഹർജി സമർപ്പിച്ചോ? സുഹേല, അല്പസമയം മുമ്പാണ് റാപ്പർ വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിൽ സമർപ്പിച്ചത്. ഉച്ചയ്ക്ക് ശേഷം ജസ്റ്റിസ് ദച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ച് ഈ ജാമ്യ ഹർജി പരിഗണിക്കും. ഇത് കെട്ടിച്ചമച്ച ആരോപണങ്ങളാണ്, ഇതിൽ വസ്തുതകളില്ല തുടർന്നുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഈ ജാമ്യ ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. ഈ വേടനെ സംബന്ധിച്ചിടത്തോളം ഇത് നിർണായകമാണ്. ബലാത്സംഗ കേസിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. ഒരു പശ്ചാത്തലത്തിൽ ഏത് നിമിഷവും വേണമെങ്കിലും കസ്റ്റഡിയിൽ എടുക്കാനും അറസ്റ്റ് ചെയ്യാനും ഒക്കെയുള്ള അവകാശം പോലീസിനുണ്ട്. അതുകൊണ്ട് ഈ ജാമ്യം ലഭിച്ചില്ല എങ്കിൽ വലിയ തിരിച്ചടി ഉണ്ടാകേണ്ടി വരും. ചോദ്യം ചെയ്യലിന് ഹാജരാകണം, അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്ക് പോകും. അതിന് മുന്നോടിയായാണ്, അത് തടയിടുക എന്ന ലക്ഷ്യത്തിലാണ് ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ അടിയന്തരമായി ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം ഹൈക്കോടതി ആ ജാമ്യാപേക്ഷ പരിഗണിക്കും. പക്ഷേ ഇന്ന് അങ്ങനെ ഒരു മെറിറ്റിലേക്കൊന്നുമുള്ള വാദത്തിലേക്ക് പോകാനുള്ള സാധ്യതയില്ല. അതിനുശേഷമൊക്കെ ആയിരിക്കും വിധിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വാദത്തിലേക്കൊക്കെ കിടക്കുക അടുത്ത സമയത്തൊക്കെ ആയിരിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശരി, ബലാത്സംഗ കേസിൽ റാപ്പർ വേടൻ ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷത്തിനായി അപേക്ഷയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നു. വേടന്റെ ഉടൻ പരിഗണിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.